എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കെണിവെച്ച് പിടിച്ച ഈ ചെറുതേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കാൻ നോക്കാം. ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, ഇതിൻ്റെ അകത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ഞാൻ ഇതിനകത്തുനിന്നൊരു പൈപ്പ് എടുത്തിട്ട് ഒരു ബോക്സിലോട്ട് വെച്ചു. ആ ബോക്സിൽ നിന്നൊരു അവന്മാർക്ക് കയറി ഇറങ്ങാൻ വേണ്ടി ഒരു ചെറിയൊരു വാതിലും വെച്ചായിരുന്നു. ഇതിപ്പം ഏകദേശം 2 വർഷമായി. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത് നോക്കുന്നത്. ഒരുപാട് തേനുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരുപാട് ഈച്ചകൾ വന്ന് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ചില സമയം കേസ് കെട്ടുകളിൽ ഇവർ ഇതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാകത്തില്ല. നേരെ ഈ റൂട്ട് ഇങ്ങനെ ബൈപ്പാസ് ചെയ്തിട്ട് ഇതിലെ കയറി ഈ പൈപ്പ് കിടക്ക് തന്നെ കയറി പോകും. ഇതിൻ്റെ ഉള്ളിൽ എംപ്റ്റി ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായി നോക്കാം. ഇവിടെ സ്പേസ് കുറവാണല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പം തീർച്ചയായും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. നമുക്ക് എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. ഭയങ്കര ആക്രമണമാണ്. ഞാൻ ഈ പൈപ്പ് അകത്തോട്ട് പോകുന്ന ഊരി വിട്ടു. അതൊന്ന് അടച്ചു വെക്കണം. ഇനി ബാക്കിയുള്ളതും കൂടി ഇറങ്ങി വരണ്ട. എൻ്റെ പൊന്നു എങ്ങനെയുണ്ട്? ഹെൽമെറ്റും വെച്ചു, റെയിൻകോട്ടും ഇട്ടു. ഭയങ്കര യുദ്ധമാണ് ഇവന്മാർ. തേനുണ്ടാവണേ, അമ്പട നിറയെ തേന്. അടിപൊളി. ഇത് ഫുള്ള് തേന്. അത് കുറച്ച് മുട്ടയേ ഉള്ളൂ. ഇതിപ്പോൾ അടിപൊളി. ഇനി ഇതിനകത്ത് സ്ഥലമില്ല, ഇത് നിറഞ്ഞ്. മുട്ട ഇത് വിരിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. നിറച്ചുണ്ടല്ലേ? ഇനി സ്ഥലമില്ല. 2 സൈഡുണ്ട്, നിറച്ച് സ്ഥലമുണ്ട്, വെക്കാൻ സ്ഥലമില്ലാതായിരിക്കും. എന്താ ടേസ്റ്റ് ചെയ്ത് നോക്ക്. തിന്നുന്ന അറിയോ? നല്ല മധുരം. ചെറുതൊക്കെ വിരിഞ്ഞു വരുന്നുണ്ടല്ലേ? മുട്ട തന്നെ കിട്ടിയല്ല. അല്ലെ നമ്മൾ ഈ തേന് ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ പൊന്നോ എന്താ ചെവിക്കാതൊക്കെ കയറും. ഇത് മൊത്തം തേനാണോ? നമുക്കേ ഇത് നിർത്തി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോട്ട് എല്ലാം വടിച്ചിട്ടാലോ? ഇങ്ങനെ പിടിച്ചിട്ട്, അങ്ങനെയല്ല, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിർത്തിയിട്ടേ കുറച്ച് ഇതാ എല്ലാം കൂടി തേന എടുക്കുന്നവരെ കടിക്കുന്നു. ഇതാ ഇതും കൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് അവിടെ ഇരുന്നോട്ടെ, നമുക്കൊന്നും ചെയ്യണ്ട. അതിന് കഴിക്കാൻ വേണമല്ലോ. നിറച്ച് തേന കേട്ടോ. അതിൻ്റെ നോക്കി ഇത് ഈ പകുതിക്ക് വെച്ചിട്ട് മൊത്തം താഴോട്ട് പൂമ്പൊടി ആയിപ്പോയി. കഴിച്ച് തീർക്കുമല്ലേ? എടുത്തു വെക്കുന്നൊന്നുമില്ലല്ലോ. അല്ല ഈ പൂമ്പൊടി ഭയങ്കരമായിട്ട് മിസ്സായി. അല്ല നമുക്ക് വെയിലത്ത് വെക്കാം. അപ്പോൾ ഉരുകി എല്ലാം കൂടി വന്നത്. ചെവിയിലും മൂക്കിലും ഇത് വെച്ച് നോക്കി, ഇതും കൊണ്ട് പിടിച്ച് നോക്കി.
മുഴുത്തൊരു പെട്ടി ഉണ്ടാക്കണമായിരുന്നു. അതെ, ഇപ്പം നിറഞ്ഞിരിക്കാൻ. ആ അത് തന്നെ 2 വർഷമായിന്നാ തോന്നുന്നു. 2 കൂടുതലായി തോന്നുന്നല്ലേ? 2 കൂടുതലായി തോന്നുന്നു. മുട്ടയൊക്കെ ഇഷ്ടം പോലെ വളഞ്ഞു പോവാ. ആ മുകളിലോട്ടുള്ള അവന്മാർക്ക് കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കട്ടല്ലേ? നമ്മൾ മൊത്തം എടുത്തിട്ട് പഴയ കാലമൊന്നും ഇല്ല അല്ലേ നമ്മുടെ അടുത്ത്? പഴയ കാലം ഇല്ല. നമുക്ക് അതിനകത്തോട്ട് സെറ്റ് ചെയ്യാം. എല്ലാം ഒന്ന് മുറിച്ച് പൂമ്പൊടി വല്ലാണ്ട് മിക്സായി. നമ്മളിങ്ങനെ അരിച്ചെടുത്ത ഇതല്ലേ? ഓ മതി, ഇനി അതിനകത്തൊന്നും വരാനൊന്നുമില്ല. ഇത്രയും തേൻ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചില്ല, ഇതാടെ തുറക്കണം. ബാക്കി മുട്ടയും കൂടി വെക്കാം. സംഭവം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഊരി വെച്ചേക്കാണ്. ഈ ഈച്ചയെല്ലാം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നമുക്കിത് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാം. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഒരുപാടുണ്ട് ഈച്ച. കണ്ടില്ലേ, നല്ല അടിപൊളി ഇഷ്ടം പോലെ തേനായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിനി വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും ഇതിനകത്ത് കയറിക്കോളും.